ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് മധുരക്കിഴങ്ങ് നടുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു. മധുരക്കിഴങ്ങ് നടുന്ന വീഡിയോ എന്ന് വെച്ചാൽ വള്ളി ഉണ്ടാവാനായിട്ട് നമ്മൾ മധുരക്കിഴങ്ങ് നടുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല നീളത്തിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ വള്ളി ഇനി നമുക്ക് മധുരക്കിഴങ്ങ് ഉണ്ടാവാനായിട്ട് നട്ടു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെയുള്ള വള്ളികൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വള്ളികളിൽ നിന്നാണ് നമുക്ക് മധുരക്കിഴങ്ങ് ഉണ്ടാവുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് വള്ളികളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും വള്ളികൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നട്ടു കൊടുക്കാനായിട്ടാണ്. ഇപ്പോൾ നട്ടു കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ വള്ളികളുടെ നീളം കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നടുന്ന സ്ഥലം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ നന്നായിട്ട് കൊത്തി ഇളക്കിയിട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടിയും ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ വളം കൊടുത്താലല്ലേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. അപ്പോൾ അടിവളമായിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് വള്ളികൾ നട്ടു കൊടുക്കാനായിട്ട്. നന്നായിട്ട് കൊത്തി ഇളക്കിയ മണ്ണായിരിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ മണ്ണൊന്നും കൂടി ഈ വളം എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കുറച്ച് സ്ഥലം മാത്രമാണ് കേട്ടോ നടുന്നുള്ളൂ. പക്ഷേ നമുക്കിത് താഴെ നടാം, അതേപോലെ തന്നെ നമുക്ക് ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിത് ഇതേപോലത്തെ വള്ളികൾ എടുത്തതിന് ശേഷം കണ്ടോ, ഇത് നമ്മൾ എന്താ പറയുക, നമ്മുടെ മധുരക്കിഴങ്ങ് നട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വള്ളിയാണല്ലോ. അപ്പോൾ ആ വള്ളിയിൽ നിന്നാണ് നമുക്ക് ഇത്രയും വള്ളികൾ, ആ മധുരക്കിഴങ്ങിൽ നിന്നാണ് നമുക്ക് ഇത്രയും വള്ളികൾ കിട്ടിയത്. അപ്പോൾ ഇത് നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ മുകളിലോട്ടാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഇലകൾ ഒരു 4 ഇല ഒക്കെ മുകളിൽ വരാൻ പാകത്ത രീതിയിൽ ഇത്രയുള്ള പീസുകളായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. അതിനുശേഷം ഇങ്ങനെയാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തീരെ മൂക്കാത്ത ഭാഗം നമുക്ക് വേണ്ട, വളരെ തളിരായിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. ഇത് കണ്ടോ, ഇത്രയുള്ള പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയുള്ള പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് മണ്ണിലോട്ട് നട്ടു കൊടുക്കാം. നട്ടു കൊടുക്കുന്ന സമയത്ത് വെറുതെ കൈകൊണ്ടൊന്ന് മാന്തിയിട്ട് നമ്മളിങ്ങനെ നീളത്തിലൊന്ന് എടുത്തിട്ട് അത് ഇലകൾ മുകളിൽ വരത്തക്ക രീതിയിൽ നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ എല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് നമുക്ക് നനച്ച് കൊടുക്കാം കേട്ടോ. അപ്പം മഴയൊന്നും ഇല്ലാത്ത സമയമല്ലേ, അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്താലാണ് ഈ വള്ളികളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ. നന്നായിട്ട് പിടിച്ച് കിട്ടി വള്ളി ഒക്കെ പിടിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞ് പുതിയ ഇലകളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വളവും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മണ്ണ് കയറ്റിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വിളവും കിട്ടും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ മധുരക്കിഴങ്ങെന്ന് പറയണത്. ഇതേപോലെ കുറച്ച് സ്ഥലം നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്രയും സ്ഥലം ഒന്ന് കൊത്തി ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതേപോലെ എന്തെങ്കിലും അടിവളം കൊടുത്തിട്ട് നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ മധുരക്കിഴങ്ങ്. ഇത് കണ്ടോ, നമ്മൾ മധുരക്കിഴങ്ങ് എല്ലാം നട്ട് ഇതേപോലെ ഞാനൊരു ചെറിയ കുറച്ച് ഭാഗമാണ് കേട്ടോ കൊത്തി ഇളക്കി നട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൊത്തി ഇളക്കി അതിന് അടിവളം ചേർത്ത് ഇതേപോലെ ഇലകൾ മുകളിൽ വരത്തക്ക രീതിയിൽ, തണ്ടുകൾ മണ്ണിൻ്റെ അടിയിൽ പോകത്തക്ക രീതിയിൽ മണ്ണിട്ട് മൂടി കൊടുക്കുക. അതിനുശേഷം ഇലകളെല്ലാം വന്നതിന് ശേഷം നമുക്ക് വീണ്ടും വളമൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ അല്ലേ വാങ്ങിക്കുന്നത്, മധുരക്കിഴങ്ങ് സാധാരണ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. ഞാനൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടാണ് കേട്ടോ നട്ടു കൊടുത്തത്. നേരത്തെ ഞാൻ ഒത്തിരി നടുവായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കടയിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ പ്രാവശ്യം ഒരെണ്ണം നമുക്ക് വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുത്തിട്ട് നട്ടാലോ എന്ന് കരുതി അങ്ങനെ ഒരെണ്ണം നമ്മൾ മണ്ണിലോട്ട് നട്ടു കൊടുത്തതാണ്. അപ്പോൾ ഇഷ്ടം പോലെ വള്ളികൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ നട്ടു കൊടുക്കാം.
അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ മധുരക്കിഴങ്ങ്. ഇത്രയേ ഉള്ളൂ നമുക്ക് നടാനായിട്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മധുരക്കിഴങ്ങ് വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മുളപ്പിക്കുക, എന്നിട്ട് മണ്ണിൽ കുഴിച്ചിടുക. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വള്ളികൾ കിട്ടും. നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിൽ ഗ്രോ ബാഗിൽ, അല്ല ക്യാനിലാണെങ്കിൽ അങ്ങനെ, മണ്ണിലാണെങ്കിൽ കുത്തിയിളക്കി അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒന്നാണ് കേട്ടോ മധുരക്കിഴങ്ങ്. ഞാനിപ്പോൾ നട്ടേക്കുന്നത് ചുവന്ന മധുരക്കിഴങ്ങാണ്. അല്ല വെള്ള മധുരക്കിഴങ്ങും ഇതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പോലെയുള്ള മധുരക്കിഴങ്ങ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഏത് മധുരക്കിഴങ്ങാണോ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് നമ്മൾ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്